ഹായ് വെൽക്കം ആൾ ടു ലെറ്റ്യൂസ് എഡ്യൂട്ടിവ്സ് 2.0. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂട്ടിവ്സ് 2.0യിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മൾ ഒരു ഇതുണ്ടല്ലേ, അതായത് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ സാക്രിഫൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചുമ്മാ സാക്രിഫൈസ് ചെയ്യുമല്ല, സാക്രിഫൈസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എന്തെങ്കിലും ഒരു സതുദ്ദേശത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിനോ വേണ്ടിയിട്ട് ത്യജിക്കുന്നതാണ് എന്ത് സാക്രിഫൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് സാക്രിഫൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ കിട്ടാൻ പോകുന്നവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോലിയായിരിക്കും. അപ്പോൾ എങ്ങനെ നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ സാക്രിഫൈസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് പഠിക്കുക. അപ്പോൾ ഞാൻ ഈ മോർണിംഗ് ക്ലാസ്സുമായിട്ട് വരുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു മോർണിംഗ് സീരീസ് ഒരുക്കിയിരിക്കുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെങ്കിലും ഈ ഒരു ദിവസം ഒന്ന് സാക്രിഫൈസ് ചെയ്ത് നോക്കൂ. അതായത് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്നത് നമ്മൾ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലത്തെ ക്ലാസ്സിലും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞിരുന്നു കാലഗണനാക്രമം അനുസരിച്ച് അല്ലേ, അതിപ്പോൾ നമ്മളിപ്പോൾ പാടുന്ന ഒരു പാറ്റേൺ ആണ്. അതുപോലെ ഉള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളെ ഒരു മികച്ച നേട്ടത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷയൊക്കെ എഴുതി റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് പതുക്കെ എന്ത് നിങ്ങളുടെ കയ്യിലേക്ക് എന്ത് വരും, അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്ന് നിങ്ങൾക്ക് ആ ജോബിൽ നിങ്ങൾക്ക് എൻട്ര ചെയ്യുന്ന അല്ലെങ്കിൽ ആ ജോലിയിൽ പ്രവേശിക്കുന്നത് വരെ എത്താനായിട്ട് ഒരുപക്ഷെ ഈ ഗൈഡൻസ് കൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വരാം. സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നൊന്ന് സാക്രിഫൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ നാളെ നിങ്ങളുടെ എന്താ പറയുന്നത് ഡ്രീം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡ്രീം സാക്ഷാത്കരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജി പാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സിലബസ് വൈസ് ക്ലാസ്, അതായത് നമുക്കൊരു സിലബസ് PSC തന്നിട്ടുണ്ട്. ആ സിലബസ് വൈസ് അതൊരു ഓർഡർ വൈസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ലെറ്റ്യൂസ് എഡ്യൂട്ടിവ്സിൻ്റെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു നമ്പർ കണ്ടോ, സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പർ കണ്ടോ, ആ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. വിളിക്കേണ്ട, വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ നമുക്ക് ലെറ്റ്യൂസ് എഡ്യൂട്ടിവ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഈ ജനുവരി 31 വാങ്ങുന്ന എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ ഫ്രീ ക്ലാസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും കേട്ടോ. കാരണം ഇംഗ്ലീഷ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാമിന് 10 മാർക്കിനുണ്ട്. ആ 10 മാർക്കും നിങ്ങൾക്ക് കിട്ടാൻ യൂസ്ഫുൾ ആയിരിക്കും നമ്മളുടെ ആ ബുക്ക്. സോ അതുകൊണ്ട് ബുക്ക് വാങ്ങുക. ബുക്ക് വാങ്ങുന്നവർക്ക് ഫ്രീ ക്ലാസ് ജനുവരി 31 വാങ്ങുവാണെങ്കിൽ ലഭിക്കുന്നതാണ്. ഇനി ഫ്രീ ക്ലാസ് കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട, കാരണം ആ ബുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്, തനിയെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്ലാസ് ഞാൻ പറഞ്ഞു ബയോളജിയുടെ ഒരു ക്ലാസ്സാണ്. ബയോളജിയിൽ നമുക്കറിയാം സാധാരണ PSCയുടെ ഏത് എക്സാമിനേഷൻ ആണെങ്കിലും നമുക്ക് നമ്മുടെ വിറ്റമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് PSC ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതിപ്പോൾ PSC പുതിയ പാറ്റേൺ അനുസരിച്ച് പല രീതിയിൽ ചോദിക്കും. പ്രസ്താവന അനുസരിച്ച് ചോദിക്കാം, അതല്ലാതെയും ഒക്കെ ചോദിക്കാറുണ്ട്. സോ നമുക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഈ ഒരു ക്ലാസ് നമ്മൾ ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിരുന്നാൽ പോലും VFAക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ, പോലീസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ, എക്സൈസ്, അതുപോലെ 10th ലെവൽ മെയിൻസ് എക്സാംസ് ആയിട്ടുള്ള ലബോറട്ടറി അറ്റൻഡർ, സെക്രട്ടേറിയറ്റ് OA, ദെൻ നമ്മുടെ സ്റ്റോർ കീപ്പർ, ഇങ്ങനെയുള്ള ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും യൂസ്ഫുൾ ആണ്. അപ്പോൾ PSC നമുക്കറിയാം പണ്ടൊക്കെ PSCയുടെ ക്വസ്റ്റ്യൻസിനകത്ത് മാറ്റം ഉണ്ടായിരുന്നു അല്ലേ. അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അതായത് മൾട്ടിപ്പിൾ ചോയ്സ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, 4 ഓപ്ഷനിൽ നിന്ന് ഒരു ആൻസർ എടുത്തെഴുതുന്ന രീതിയൊക്കെ ആയിരുന്നു. പിന്നെ അതെല്ലാം മാറി നമ്മൾ പ്രസ്താവന ടൈപ്പ് കണ്ടു. പ്രസ്താവന പല രീതിയിലുമൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ടൈപ്പാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്ലാസ് തന്നെയാണ്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. അങ്ങനെ 4 ജോഡി തന്നു. വിറ്റമിൻ A ബെറിബെറി, വിറ്റമിൻ B കണ, വിറ്റമിൻ C സ്കർവി, വിറ്റമിൻ D നിശാന്തത. ഇതുപോലുള്ള ചോദ്യങ്ങൾ PSC തരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാത്തിനെയും പറ്റി ഒരു ബോധം ഉണ്ടായിരിക്കണം. ഇതിപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്, ചിലപ്പോൾ ഇതല്ലാതെയും ഒക്കെ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പം നമുക്ക് വിറ്റമിൻ A, വിറ്റമിൻ B, വിറ്റമിൻ C, വിറ്റമിൻ D, അതുപോലെ തന്നെ എന്താണ് വിറ്റമിൻ E, വിറ്റമിൻ K അല്ലേ, നമ്മൾ പറയാറുണ്ട് അഡക് അല്ലേ, അഡക് ഉണ്ട്,
അതുപോലെ എന്തുണ്ട്, ബിസി ഉണ്ട്. ബിസി എന്താണ്, ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകളും എഡക് എന്ന് പറയുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകളുമാണ്. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ വിറ്റമിൻസിനെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ അറിയണം. എങ്ങനെ അറിയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിറ്റമിൻ്റെ അപര്യാപ്തത രോഗങ്ങൾ, ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ഏതെല്ലാം വിറ്റമിൻസ് കിട്ടുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. മെയിൻലി നമുക്ക് ക്വസ്റ്റ്യൻ കൂടുതലും കിട്ടുന്നത് അപര്യാപ്തത രോഗങ്ങളാണ്. ഓക്കെ, അപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വിറ്റമിൻ ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാസ് വേണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം ടൈപ്പ്, അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എടുത്ത് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ വിറ്റമിനുകളും അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളുടെയും ക്ലാസ് ഇട്ടിട്ടുണ്ട്. സോ വേണ്ടവർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓൾഡ് ക്ലാസ് കിട്ടും. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ്. ഓക്കെ, പഴയതാന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളരുത്. ഓൾഡ് ഈസ് ഗോൾഡ്. ഇന്ന് ഗോൾഡിൻ്റെ വില അറിയാമല്ലോ. അപ്പോൾ അതിലും പഴമ എന്ന് പറയുന്ന ഗോൾഡാണ്. അപ്പോൾ അത്രത്തോളം യൂസ്ഫുൾ ആണ് PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മളുടെ ആ ക്ലാസ്. അതിൻ്റെ പഴയ കുട്ടികൾക്കൊക്കെ അറിയാം, പുതിയതായിട്ട് കണ്ടവർക്ക് അറിയില്ലായിരിക്കും. ഒരുപക്ഷെ ക്ലാസ് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് കാണുക. പിന്നെ ഇവിടെ നോക്കൂ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ശരിയായ ജോഡി കണ്ടെത്താൻ അല്ലേ. വിറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് അല്ല എന്ത്, ബെറിബറി. വിറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് തന്നിരിക്കുന്നതിൽ ഏതാണ്, നിശാന്തതയാണ് എന്ന് നമുക്കറിയാം. വിറ്റമിൻ ബിയുടെ ആണെങ്കിലോ ബെറിബറി. ഓർത്ത് വയ്ക്കാനില്ല, ബി ബെറിബറി. ഓക്കെ, ബെറിബറിയാണ്. വിറ്റമിൻ സി എന്താണ്, സ്കർവി അല്ലേ, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നതാണ് സ്കർവി. ദെൻ വിറ്റമിൻ ഡി എന്താണ്, റിക്കറ്റ്സ് അല്ലെങ്കിൽ കണയാണ് വരുന്നത്. അപ്പൊ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി എന്ന് പറയുന്ന ഏതാണ്, വിറ്റമിൻ സി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം വന്നിരിക്കുന്നത്. സോ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ട് വരുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാവണം. നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആൻസർ ചെയ്യുന്നു, ആ രീതിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു നോളജ് വേണം. ഇൻഡെപ്ത് നോളജ് വേണമെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പക്കായായിരിക്കണം. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടു, PSC പഠിക്കുന്നവരെ 6 മണിക്കൂറൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്ന്. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് ആര് പറഞ്ഞു എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ലേ, നിങ്ങൾ എത്ര സമയം പഠിച്ചു എന്നതിലല്ല കാര്യം, നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണോ പഠിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണോ പഠിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകളിൽ വേണ്ട കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. യൂട്യൂബ് ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ്. പെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, സിലബസ് വൈസ് ക്ലാസ് ആണ്. വേണ്ടവർക്ക് ആ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അടുത്ത ബാച്ച് ഫെബ്രുവരി 3 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് ആദ്യം മുതലേ പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാൻ പറ്റും. സോ അതുകൊണ്ട് ഇത് അറിഞ്ഞു വെക്കുക. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അത് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ രാവിലെയും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഈ സീരീസ് ഓഫ് ക്ലാസ്സുമായിട്ട് കാണാം. ബൈ.